ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സമൂഹം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നലെ ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നു. അയ്യോ സ്റ്റോപ്പ് ചെയ്യരുത്, എല്ലാം റെഡിയാകും, അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള മെസ്സേജസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് പറ്റി, എല്ലാം റെഡിയാകും എന്നൊക്കെയുള്ള കാര്യം. ഇതെന്നെ പറഞ്ഞുകൊണ്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല. അതായത് സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയൊരു സ്ഥലം, ഇതൊരു പുതിയ സ്ഥലമാണ്. അവിടെ നമ്മുടെ നാട്ടിൽ നിന്നും വേറൊരു നാട്ടിൽ വന്നിട്ടൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടും നമുക്ക് അനുഭവപ്പെടുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഒക്കെ അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. അത്രയും വേഗം തന്നെ എല്ലാം റെഡിയാകാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്ന് മദേഴ്സ് ഡേ ആണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു മദേഴ്സ് ഡേ വിഷസ് പറയുകയാണ് കേട്ടോ. യൂണിറ്റ് എല്ലാവർക്കും സെക്കൻഡ് യൂണിറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇനിയിപ്പോൾ കൊല്ലത്തുണ്ടാവില്ലേ എന്നുള്ള മെസ്സേജസൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾ കൂടെയില്ല. എനിക്ക് 2 കുട്ടികളാണുള്ളത്, 2 ആൺകുട്ടികളാണുള്ളത്. അപ്പോൾ അവരെൻ്റെ പേരൻസിൻ്റെ കൂടെ നിന്നിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പല സമയങ്ങളിൽ നമ്മളിങ്ങനെ ബിസിനസ്സിൻ്റെ തിരക്കിൽ ഓടുന്ന സമയത്തൊക്കെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ മിസ് ചെയ്യുന്ന ഒരു കാര്യം കുഞ്ഞുങ്ങളെയാണ്. അവർക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രസൻസ് ഏറ്റവും കൂടുതൽ അവർക്ക് കിട്ടേണ്ട ഒരു പ്രായമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ബിസിനസ്സിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ തിരക്കുകളുടെ പേരിൽ അവരുടെ ചൈൽഡ്ഹുഡിൽ നമ്മുടെ ഒരു പ്രസൻസ് ഇല്ലാതെ പോകുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നമ്മുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ഒരു നീതികേടാണല്ലേ. അപ്പോൾ പ്രധാനമായിട്ടും ഞാനിങ്ങനെ ഒരു സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം തന്നെ അതുകൊണ്ടാണ്. കുഞ്ഞുങ്ങളുടെ കൂടെ ഇനി ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹത്തിലാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു തിരക്കുകൾക്കിടയിൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ പേരൻസാണ് അവരെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവരുടെ കൂടെ കൂടുതൽ ടൈം അവരുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാൻ സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളുടെ അടുത്താണ്, എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ യൂണിറ്റ് വരുന്നത്. കുറച്ചുകൂടെ എനിക്ക് കുഞ്ഞുങ്ങളുടെ കൂടെയുള്ള ഒരു സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ആയത് കേട്ടോ. കൊല്ലത്ത് നമ്മുടെ യൂണിറ്റ് ഉണ്ട്. അവിടെയും ഉണ്ടാവും. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാകുമെന്നല്ല, 2 പോയി വന്ന് നിന്നിട്ട് തന്നെ ആയിരിക്കും ഞാൻ ഉണ്ടാവും. 2 ഒരേപോലെ മാനേജ് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. ഇപ്പം നിലവിൽ നമ്മുടെ ഓൺലൈൻ സെക്ഷനെല്ലാം ഉള്ളത് കൊല്ലത്ത് തന്നെയാണ്. ഒരു മദേഴ്സ് ഡേയിൽ എനിക്കിത് പറയണമെന്ന് തോന്നി. അപ്പം സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മുടെ ഈ ഒരു ലോകത്ത് നമ്മളെ തള്ളിപ്പറയില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തൊരു വിഷയം ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള നമ്മുടെ പേരൻസാണ്. അതിൽ അമ്മ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു ശക്തി തന്നെയാണ് അല്ലേ. കുഞ്ഞുങ്ങൾക്ക് എന്തൊരു വിഷയം ഉണ്ടെങ്കിലും, ഇനി എത്ര ഒരു ദുർബലമായ സ്ത്രീയാണെങ്കിലും സ്വന്തം മക്കൾക്ക് എന്തൊരു വിഷയം ഉണ്ടെങ്കിലും അത് സ്ട്രോങ് ആയിട്ട് തന്നെ അവർ ഉയർത്തെണീക്കും. അപ്പോൾ അങ്ങനെ ഒരു അമ്മയുടെ മകളാണ് ഞാൻ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ഒരു സ്ട്രോങ് അമ്മയായിട്ട് നിൽക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു യൂണിറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് കൂടി നല്ലൊരു മദേഴ്സ് ഡേ വിഷസ് പറയുകയാണ്. അപ്പോൾ മദേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് നമുക്കൊരു ഗീവ് അവേ ചെയ്താലോ? അപ്പോൾ ഗീവ് അവേ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ അമ്മയെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു മെമ്മറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും 2 വാക്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൽ നിന്നും നല്ലൊരു കമൻറ്റിനെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ എല്ലാ തവണയും ഉള്ള പോലത്തെ ഗീവ് അവേ അല്ല, തിരുന്ന് സംതിങ് സ്പെഷ്യലാണ്. ഒരു ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മദേഴ്സ് ഡേ ആയിട്ട് സമങ്കയുടെ വക തന്നെ നല്ലൊരു ഗിഫ്റ്റ് അമ്മയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും വേഗം തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അതിനെക്കുറിച്ചിട്ട് നല്ലൊരു മെമ്മറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് സ്പെഷ്യലായിട്ട് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തെ എൻ്റെ ഒരു റീലിന് ഒരുപാട് മെസ്സേജസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ഓക്കെയാണ്. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഇത്ര വലിയ തലപോകുന്ന വിഷയങ്ങളൊന്നും ഇല്ല. എല്ലാം റെഡിയായി വരും. നിങ്ങൾ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അനീല. ടേക്ക് കെയർ ആൻഡ് ബൈ.